വാട്സാപ്പിൽ ദിവസവും ഞെട്ടിക്കുന്ന ഫീച്ചറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. നിലവിൽ നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ പുതുതായിട്ട് ഒരാളെ ചേർക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം ചേർന്നതിന് ശേഷമുള്ള ചാറ്റ് ലിസ്റ്റുകളാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുക. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. റീസെൻ്റ്ലി ആ ഗ്രൂപ്പിൽ എന്തൊക്കെ ചാറ്റുകളാണ് നടന്നിട്ടുള്ളത് അത് ഈ ഒരു പുതിയ മെമ്പർക്ക് കാണാൻ സാധിക്കും. അതിനുള്ളൊരു സെറ്റിങ്സ് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു സെറ്റിങ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വാട്സാപ്പ് ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. എവിടെയാണ് ഈ സെറ്റിങ്സ് ഉള്ളത്, എന്താണ് ഇതിൻ്റെ ഗുണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്നാണോ അപ്ഡേറ്റ് എന്നാണോ ഉള്ളത് എന്ന് നോക്കുക. ഓപ്പൺ ആണെങ്കിൽ ഓക്കെ, അപ്ഡേറ്റ് എന്നാണെങ്കിൽ ഉടനെ തന്നെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നേരെ അപ്ഡേറ്റ് ചെയ്ത വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രൂപ്പ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു പേരിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു പുതുതായിട്ടുള്ള ഒരാളെ ആഡ് ചെയ്യാൻ ഇവിടെ തന്നെ ആഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ആൾ അല്ലെങ്കിൽ അതിന് താഴെ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരാളെ ആഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ കാണാൻ സാധിക്കും. മെസ്സേജ് ഹിസ്റ്ററി, സെൻഡ് റീസെൻറ്റ് മെസ്സേജസ് ടു ദ സെലക്റ്റഡ് മെമ്പർ എന്ന് ഇവിടെ ആഡ് മെമ്പർ എന്ന ഓപ്ഷൻ ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ടോഗിൾ ഓൺ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് റീസെൻറ്റ് മെസ്സേജസ് എന്ന ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, മുകളിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതായത് ലാസ്റ്റ് ഇപ്പോൾ 20 മെസ്സേജ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓൾ അവൈലബിൾ പിന്നീട് മെസ്സേജസ് വിൽ ബി ഇൻക്ലൂഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഡൺ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെമ്പർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ ചാറ്റ് ലിസ്റ്റുകളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതേ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് റീസെൻ്റ് ആയിട്ടുള്ള മെസ്സേജസോ അതുപോലെ തന്നെ നിങ്ങൾ പിൻ ചെയ്ത മെസ്സേജുകളോ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഗ്രൂപ്പിൻ്റെ അഡ്മിന് തീരുമാനിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് റീസെൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ കാണണോ വേണ്ടയോ എന്ന്. അങ്ങനെയുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വാട്സാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കമൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് ഗ്രൂപ്പിൽ ആഡ് ആകുന്ന വ്യക്തിക്ക് ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടാണ് ആഡ് ആക്കുന്നതെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെ ചാറ്റുകളാണ് നടന്നിട്ടുള്ളത് അതാണ് അവർക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.